യമനിലെ ഭീകരകേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ സേന നടത്തിയ മിന്നലാക്രമണത്തിന് മറുപടിയുമായി ഹൂത്തികൾ യുഎസിന്റെ വ്യോമാക്രമണത്തോട് ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും ഹൂത്തി വക്താവ് വ്യക്തമാക്കി. ഹൂത്തികൾ യുഎസിനെതിരെ പ്രത്യാക്രമണം നടത്തിയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ വ്യോമാക്രമണം യമനിലെ ഹൂത്തി താവളങ്ങളിൽ നടന്നതിന് പിന്നാലെ ചെങ്കടലിൽ നിലയുറപ്പിച്ചിരുന്ന യുഎസ് വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാനെതിരെ ഹൂത്തികൾ ആക്രമണം നടത്തിയതായി ഹൂത്തി വക്താവ് പറയുന്നു. പക്ഷേ ആക്രമണം നടത്തിയതിന്റെ ഒരു തെളിവും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ US പറയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ 11 ഹൂത്തി ഡ്രോണുകളാണ് US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത്. ഹൂത്തികളുടെ പ്രത്യാക്രമണങ്ങളൊന്നും USS ഹാരി എസ് ട്രൂമാന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ലെന്നും US പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഹൂത്തികളുടെ പ്രത്യാക്രമണങ്ങൾ ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ലെന്നും അവർ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ US നടത്തിയ ഏറ്റവും വലിയ സൈനിക നടപടിയാണ് കഴിഞ്ഞ ദിവസം യമനിലുണ്ടായതെന്ന വിലയിരുത്തലാണ് സൈന്യം നടത്തിയിരിക്കുന്നത്. ഭീകരവിരുദ്ധ പ്രവർത്തനം ആഴ്ചകളോളം തുടരുമെന്നും സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഹൂത്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞ ഇസ്രായേൽ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആക്രമണവും ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും പറഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഹൂത്തികൾക്കെതിരെയും അവരുടെ താവളങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണം US നടത്തിയത്. ഇതുകൊണ്ട് US അർത്ഥമാക്കുന്നത് ഇസ്രായേലിനെതിരെ തിരിയുന്നവർക്ക് എതിരാണ് തങ്ങളെന്നും ഭീകരവാദം മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടച്ചു നീക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് തങ്ങളെന്നുമുള്ള സന്ദേശമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.